പ്രിയപ്പെട്ടവർ ഒന്ന് മനസ്സിലാക്കണം. മനുഷ്യനായിട്ട് ജീവിക്കുന്നവൻ്റെ തലയ്ക്കുള്ളിൽ ഒരിക്കലും പൂർണ്ണമായ ശാന്തത മാത്രം നിറഞ്ഞിരിക്കില്ല. മനസ്സൊരു നദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിൽ ചിലപ്പോൾ ശുദ്ധജലം ഒഴുകും, ചിലപ്പോൾ കറമിശ്രിതമായ വെള്ളവും ഒഴുകും. അങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകളും വരുന്നത്. അതൊരു തെറ്റല്ല, ഒരു രോഗലക്ഷണവുമല്ല. മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണത്. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയാമോ? ഒരൊറ്റ ചിന്ത വന്നാൽ അത് വെറും മേഘം പോലെ കടന്നു പോകണമെന്നതിന് പകരം നാം അതിനു മുന്നിൽ വാതിൽ തുറന്ന് ഇരുത്തി അതുമായി കൂടെ ഇരുന്ന് ആശങ്ക വളർത്തി അപ്പോൾ ചെറുതായിരുന്ന ഒരു ചിന്തയെ തന്നെ ഒരു വലിയ ദുരന്തമായി മാറ്റുന്നു. ഒരിക്കൽ പോലും നാം ചിന്തയോട് ചോദിക്കാറില്ല, നീ സത്യമാണോ? ഞാൻ നിന്നെ വിശ്വസിക്കണോ? അങ്ങനെ ചോദിക്കുമോ? അത് ചോദിക്കാതെ നേരെ തന്നെ ഭയത്തോട് കൈകോർക്കുന്നു. അതാണ് നെഗറ്റീവ് ചിന്തയുടെ വളർച്ചയെന്ന് പറയുന്നത്. എത്ര പേരായാലും ജീവൻ്റെ ഓരോ ഘട്ടത്തിലും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇത് മനുഷ്യരാകുന്നവർക്ക് എല്ലാവർക്കുമേ പൊതു അനുഭവമാണ്. പക്ഷേ നാം അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഒരു ഭാരം പോലെ തോന്നുന്നത്. പലപ്പോഴും ഈ നെഗറ്റീവ് ചിന്തയെ നമുക്ക് ആലോചിക്കാൻ പോലും ആകില്ല. അത് നേരെ മനസ്സിനുള്ളിൽ കയറി നിൽക്കും. എനിക്കിത് സാധിക്കില്ലല്ലോ, എന്തെങ്കിലും തെറ്റായാൽ ഞാൻ എന്ത് ചെയ്യും, ജനങ്ങൾ എനിക്ക് വിരോധം കാണിക്കുമോ, നാളെ എന്താകും, ഇങ്ങനെ 1000 ചെറുതും വലുതുമായ ഒരുപാട് ചിന്തകൾ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. പക്ഷേ അതിൽ നിന്നും ഒരുവിധം പുറത്തേക്ക് വരാം. അതിന് വലിയ മാർഗങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ രീതികൾ. പക്ഷേ അവ പാലിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വലിയ മാറ്റം സംഭവിക്കും. അപ്പോൾ അതിന് തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാരത്തിൻ്റെയും ആവശ്യം വരില്ല. ആദ്യമായി നമ്മൾ ചിന്തയെ നേരിട്ട് കാണുക. ചിന്ത വരുമ്പോൾ അതിനെ അകറ്റാനുള്ള ശ്രമം വേണ്ട. ചിന്ത അകറ്റാൻ ശ്രമിക്കുന്നത് അതിനെ കൂടുതൽ പിടിച്ചു നിർത്തും. പകരം അതിനെ ഒരു മേഘം പോലെ കണ്ടാൽ മതി. ശരി, നീ വന്നു, ഞാൻ നിന്നെ കാണുകയാണ് എന്ന് പറയാൻ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. ചിന്തയെ നമ്മൾ നോക്കി കണ്ടു കഴിയുമ്പോൾ അത് സ്വയം ശക്തി നഷ്ടപ്പെടും. ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ ശാന്തത കൈവരും. പിന്നീട് ശരീരം ശാന്തമാക്കുക. മനസ്സിന് ആവശ്യമുള്ളതിനേക്കാളിലും കൂടുതലാണ് ശരീരത്തിൻ്റെ പ്രതികരണം. ഈ നെഗറ്റീവ് ചിന്ത വന്നാൽ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു സമ്മർദ്ദമുണ്ടാകും. ഒന്ന് ഇരുന്നിട്ട് 3 പ്രാവശ്യം മന്ദഗതിയിലുള്ള ശ്വസനം ചെയ്യുക. ഇത് പറയുമ്പോൾ ചെറിയ കാര്യമെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ ശക്തി വളരെ വലുതാണ്. ശ്വാസം സമതുലിതമായാൽ നമ്മുടെ മനസ്സിൻ്റെ വേഗത കുറയും. മറ്റൊരു കാര്യമാണ്, നമ്മൾ ചിന്തകളെ വിശ്വസിക്കരുത്. മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമായിരിക്കണമെന്നില്ല. ഒരുപാട് ചിന്തകൾ വെറും ഭയത്തിൻ്റെ പ്രതിധ്വനിയാണ്. നാം അതിനെ യാഥാർത്ഥ്യമാക്കുന്നത് അതിനെ ഉത്തരം നൽകിക്കൊണ്ടാണ്. ചിന്തയുടെ കയ്യിൽ നാം ചാടുന്നത് നിർത്തണം. ചിന്ത ഒരു അതിഥി മാത്രമാണെന്ന് മനസ്സിലാക്കണം. ദിവസത്തിൽ കുറച്ചെങ്കിലും മനസ്സിനെ ഒന്ന് തരംതിരിക്കുക. നമുക്കിഷ്ടമുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു ചെറിയ വാക്കിങ്, ഒരു മുറി ഒന്ന് വൃത്തിയാക്കുക, ഒരു പാട്ട് കേൾക്കുക, ചെറിയൊരു കുറിപ്പെഴുതുക. ഒന്നും കരുതാതെ ഏതെങ്കിലും ലളിതമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കും. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് വിട്ടൊഴിയും. അതേപോലെ തന്നെയാണ് നന്ദിയുടെ ശീലം വളർത്തുക. ദിവസം അവസാനം 3 കാര്യങ്ങൾ മാത്രം എഴുതുക. ഇന്ന് സന്തോഷം തന്ന ഒരു നിമിഷം, ആരെങ്കിലും പറഞ്ഞ നല്ലൊരു വാക്ക്, അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ ഒരു ചെറിയ സൗകര്യം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ദൃഷ്ടി ഭയത്തിൽ നിന്നും സമാധാനത്തിലേക്ക് മാറും. നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. എത്ര ചിന്തിച്ചാലും നമ്മൾക്ക് മാറ്റാനാകാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ അധികമുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾക്ക് ഭാരം മാത്രമേ തരുകയുള്ളൂ. നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം ഉള്ള ശക്തി ചെലവിടാൻ പഠിക്കണം. പലപ്പോഴും പ്രശ്നമല്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിലവഴിക്കുന്ന ആലോചനകളാണ് പ്രശ്നമാകുന്നത്. അതേപോലെ നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റക്കാരനാക്കരുത്. ചിന്തകൾ അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തതല്ല. അത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്.
എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ചിന്ത എന്ന് ചോദിച്ച് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. അതിൽ തെറ്റില്ല. തീർച്ചയായും അതിനു മുകളിൽ ഉയർന്ന് നമ്മൾക്ക് നിൽക്കാൻ പറ്റും. മനസ്സിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ ചിന്തകൾ നമ്മെ പിടിച്ചിരുത്തുന്ന ശക്തി കുറയും. ജീവിതം കൂടുതൽ ലളിതമായി തോന്നും. മനസ്സ് തെളിയും. ഒരു ശാന്തതയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് വെറും ഉപദേശമായിട്ട് അല്ല, ഓരോരുത്തരും ദിനം പ്രതി അനുഭവിക്കുന്നത് തന്നെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ വഴി ഫലപ്രദമാകും. നിങ്ങളിൽ തന്നെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ചിന്തകൾക്ക് നമ്മൾ അടിമയാകാതിരിക്കുക. ചിന്തകളാണ്, കാടുകയറുന്ന ചിന്തകൾ വരുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇതെല്ലാം എത്ര നിസ്സാരമാണ്. ധ്യാനമെടുക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എല്ലാവരും. ആ ശ്വാസ നിയന്ത്രണത്തിൽ കൂടെ, ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ ഒരുപാട് വിഷയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾക്ക് സംഘർഷം തരുന്ന, നമ്മൾക്ക് ഡിപ്രഷൻ തരുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ധ്യാനം. എല്ലാവരും ധ്യാനമെടുക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ട് ഒരു വഴിയും കാണാതെ പല പരിഹാരങ്ങളും ചെയ്തിട്ട് അതിലൊന്നും രക്ഷ കിട്ടാതെ കഷ്ടപ്പെടുന്ന എല്ലാവരും, ആ യൂട്യൂബിലൊക്കെ കിട്ടും, VMC മലയാളം മെഡിറ്റേഷൻ ചാനലിൻ്റെ സീമാജി പറയുന്ന ആ കർമ്മ പ്രക്ഷാളന ധ്യാനം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെ പറ്റിയുള്ള വിശദമായ പ്രഭാഷണങ്ങൾ സീമാജി പറയുന്നുണ്ട്. ഈ പ്രകൃതി തന്നെ ഇറങ്ങി നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ അത് അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസമാകട്ടെ. ഇന്നേക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.